ഹലോ ഗൈസ്, വെൽക്കം ടു ടീം ക്യാൻസിയോൺ. അപ്പം നമ്മൾ ഇന്നൊരു മൂവി റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ഫിലിം പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പം നമ്മുടെ ദിലീപേട്ടൻ്റെ ഒരു കംബാക്ക് പോലത്തെ ഒരു സിനിമയാണ്. 150ാമത്തെ മൂവിയാണ്. സത്യം പറയാലോ, നല്ല കിടിലം മൂവിയാണ്. എല്ലാവരും കണ്ടിരിക്കണം, പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് എല്ലാവരും പോയി കാണേണ്ട ഒരു അടിപൊളി സിനിമയാണ്. അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ബിൻഡോ സ്റ്റീഫൻ. പിന്നെ പ്രത്യേകിച്ച് കഥ എടുത്തു പറയണം. സ്ക്രിപ്റ്റ് അടിപൊളി ഒരു കഥയാണ് കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളെ ചെലുത്തി കളയുന്ന ഒരു സിനിമ. ഒരു ചിന്തിക്കാൻ കുറേ ഉണ്ട്, ഫണ്ണുണ്ട്, എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള അടിപൊളി ഒരു സ്ക്രിപ്റ്റാണ്. പിന്നെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ്, നമുക്ക് ഇനി ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അങ്ങനെ ഒന്ന് പറയാം. ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുവാണെങ്കിൽ പക്ക കോമഡി എന്നൊക്കെ പറ്റത്തുള്ളൂ. ലൈക്ക് നമ്മുടെ ദിലീപേട്ടൻ്റെ പക്ക കോമഡി സാധനം ഇഷ്ടം പോലെ. പിന്നെ അത് മാത്രമല്ല, ഇതിലെ വേറൊരാള്, ഇതിലെ നായിക കുറേ തപ്പി ആ പുള്ളിക്കാരിയുടെ പേരൊന്നും കണ്ടുപിടിക്കാൻ പുതുമുഖ നായിക ഫസ്റ്റ് ടൈം കണ്ടിട്ടൊന്നുമില്ല. ഞങ്ങൾ കുറേ തപ്പി പുള്ളിക്കാരുടെ പേരൊന്ന് കണ്ടുപിടിക്കാൻ. പേര് റാണിയ എന്നാണ്. അടിപൊളി പറയാതിരിക്കാൻ പറ്റില്ല, അമ്മാതിരി അഭിനയമായിരുന്നു. നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോകുന്ന കൂട്ടൊരു അഭിനയമായിരുന്നു. ആദ്യത്തെ ഹാഫ് എന്റർടൈൻമെന്റ് പോലെയായിരുന്നു. സെക്കൻഡ് ഹാഫോട് വരുവാണെങ്കിൽ കുറെ റിയലൈസേഷൻസ്, നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നമ്മുടെ മുന്നിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ. അതെ അതെ, ഭയങ്കര എല്ലാവരും കണ്ടിരിക്കണം. പ്രത്യേകിച്ച് മീഡിയ വൈസ് മീഡിയ ആയിട്ട് കുറെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കും, ശരിയാ ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു പോകും. പിന്നെ ഇതിനകത്ത് പിന്നെ മെയിനായിട്ട് പിന്നെ കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാ. ഉർവശിയുടെ ഒരു റോൾ വരുന്നുണ്ട്. ചെറിയ റോളാണെങ്കിൽ പക്ഷേ 10 മിനിറ്റ് ഉണ്ടായില്ലേ? 10 മിനിറ്റ് ഒരു സീനുണ്ട്. അതല്ല, ഒരു സ്പീച്ച് ഉണ്ട് മീഡിയക്കാർക്ക് വേണ്ടിയിട്ടുള്ള. അത് നമ്മൾ നല്ലൊരു സീനായിരുന്നു. പിന്നെ വരുമ്പം മഞ്ജു ചേച്ചി ഉണ്ട്, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, അതെ, പിന്നെ ഫാമിലി മൊത്തത്തിൽ സിദ്ദിഖുണ്ട്, പിന്നെ ബിന്ദു പണിക്കറുണ്ട്. ബിന്ദു പണിക്കറിന്റെ പണ്ടത്തെ ഒരു സീക്വൻസ് ഉണ്ട് അതിനകത്ത്, അടിപൊളിയാട്ടോ. പിന്നെ ദിലീപേട്ടൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് റോളുന്നുണ്ട്. അത് ഏതിലെ മറ്റേ ചാന്തുപൊട്ടിലെ ദിലീപേട്ടൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ദിലീപേട്ടനോട് അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. അത് അടിപൊളിയാണ്. നമ്മൾ തുടരും മൂവിയില് നമ്മൾ ലാലേട്ടനിട്ട് ചെറിയ കുട്ടികൾ കൊടുക്കുന്ന പോലെ ഇതിൽ ദിലീപേട്ടനും ബിന്ദു പണിക്കറും എല്ലാം കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് എന്റർടൈനിങ് ആണ്, ഇമോഷണൽ ആണ്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് എനിക്ക് എപ്പോഴും അപ്പം ഒരു റിലേഷൻഷിപ്സിന് ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു മൂവിയാണ്. അതെ, നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൊരു മൂവിയാണ്. നല്ലൊരു മെസ്സേജ്, ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെയായിരിക്കണം. പിന്നെ മീഡിയയുടെ കാര്യം, പ്രത്യേകിച്ച് അത് കുറേ എടുത്ത് പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയുടെ കാര്യം. പിന്നെ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നിനും ഒരു ഹാപ്പി എൻഡിങ് ഇല്ല. പക്ഷേ ഈ സിനിമയ്ക്ക് നല്ലൊരു ഹാപ്പി എൻഡിങ് ഉണ്ട്. നമ്മൾ ഓർക്കും ദൈവമേ സാധാരണ സിനിമയെ പോലെ തന്നെയായിരിക്കും, എന്തെങ്കിലും ട്രാജഡി കൊണ്ട് നിർത്തുമായിരിക്കും. പക്ഷെ അല്ല, നല്ലൊരു ഹാപ്പി എൻഡിങ് ഉണ്ട്. നല്ല ഹാപ്പി എൻഡിങ്ങോടെ അവസാനിക്കുന്നത്, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ എല്ലാവരും പോയി കാണണം, കാരണം ആരും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. നല്ല മൂവിയാണ് പ്രതീക്ഷിക്കുന്നത്. ടീസർ വെച്ച് കണ്ട് നമ്മൾ പോകാനിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ഉദ്ദേശിക്കുന്ന കഥയേ അല്ല. കാരണം ആ നടിയില്ലേ, നമ്മൾ പറഞ്ഞ ഈ റാണിയ എന്ന് പറഞ്ഞ നടിയെ നമ്മൾ ആ ഒരു പോസ്റ്ററിനകത്ത് നമ്മൾ നോക്കിയാൽ മതി. പോസ്റ്ററിനകത്ത് പുള്ളിക്കാരി ഇല്ല, ടീച്ചറിനകത്ത് ഇല്ല, ട്രെയിലറിനകത്ത് ഒന്നിനകത്ത് ആ പുള്ളിക്കാരി ഇല്ല. ആകെ സിനിമയിലാണ് പുള്ളിക്കാരിയാണ് കഥ കൊണ്ടുപോകുന്നത്. സത്യം ഒക്കെ ആയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ഭയങ്കര അടിപൊളി. ഇനി എന്തായാലും കുറെ സിനിമകളൊക്കെ പുള്ളിക്കാരി എന്തായാലും വരും, അടിപൊളി. നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും. കുറച്ച് ഹെയ്റ്റ് വരും, അതുപോലെ തന്നെ നമുക്ക് നല്ല സ്നേഹം തോന്നും. അതുപോലത്തെ നല്ല ആക്ടിങ് ആണ്. എല്ലാവരും കാണാം, വേറെ ഒന്നും പറയില്ല, മൂവിയാണ്. ആരും പിന്നെ വേറൊന്നും വെച്ചിരിക്കുന്ന എല്ലാവരും ഫാമിലി ആയിട്ട് പോയിട്ട് കാണാം. എന്തായാലും വെക്കേഷൻ ടൈം ഒക്കെയാണ്. അതെ അതെ, വെക്കേഷൻ ഇറക്കാൻ പറ്റിയ മൂവിയാണ്. എല്ലാവർക്കും കണ്ടിരിക്കുക, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഹാപ്പി ആയിട്ട് കാണാൻ പറ്റിയ മൂവിയാണ്. അപ്പം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം. അതെ. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു അടിപൊളി വ്ലോഗായിട്ടൊക്കെ വരുന്നിടം വരെ ബൈ.